പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ അതെല്ലാം പറഞ്ഞു. അതൊക്കെ ഇനി അതെല്ലാം പറഞ്ഞു. ഓക്കെ. ഇപ്പം നമ്മൾ ഈ പൈശാചിക പീഡ എന്നൊക്കെ പറയണില്ലേ, അപ്പോൾ ഇത് മധ്യസ്ഥ പ്രാർത്ഥനക്കാരുടെ ഒരു മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ പൈശാചിക പീഡ ഉണ്ടാവുമെന്ന് പറയാറുണ്ട്. അത് അങ്ങനെയല്ല ഇതിനെ മനസ്സിലാക്കേണ്ടത്. നമ്മൾ മനസ്സിലാക്കണം, പിശാചിനെ പ്രവർത്തനത്തെ കർത്താവ് കുരിശിൽ അവസാനിപ്പിച്ചിരിക്കുന്നു. പക്ഷേ അതൊരു ഒപ്പോസിഷൻ പാർട്ടിയാണ്. മനസ്സിലായ? റൂളിംഗ് പാർട്ടി ആരാ? കർത്താവാണ്. അപ്പോൾ ആരുടെ പ്രവൃത്തിയാണ് ഇവിടെ റൂളിംഗ്? കർത്താവാണ്. പക്ഷേങ്കിലും ഇപ്പോൾ ഗവൺമെൻറ് റൂളിംഗ് പാർട്ടി ഒരു പദ്ധതി ഉണ്ടാക്കുമ്പോൾ ഉടനെ ഒപ്പോസിഷൻ പാർട്ടി കുറച്ചുകൊണ്ടിരിക്കും, കുറേ ബഹളമൊക്കെ ഉണ്ടാക്കും. പക്ഷെ നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ പീഡയുണ്ടാവും എന്ന് പറയണ ആ വാക്ക് ശരിയല്ല. അപ്പം നമ്മളേതാണ്ട് കർത്താവ് പീഡിപ്പിക്കണ മാതിരിയാണ്, പിശാച് പീഡിപ്പിക്കണ മാതിരിയല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴോ ഒരു വേദനിക്കുന്ന വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴോ മനസ്സിലാക്കേണ്ടത്, നമ്മൾ യേശുവിൻ്റെ മധ്യസ്ഥനായിട്ടാണ് പോണത്. യേശുവാണ് ഏക മധ്യസ്ഥൻ. ആ ഏക മധ്യസ്ഥനായ യേശുവാകുന്ന മുന്തിരിച്ചെടിയുടെ ശാഖയാണ് നമ്മൾ. മനസ്സിലായ? അപ്പം നമ്മൾ യേശുവായിട്ടാണ് പോകുന്നത്. അവിടെ യേശുവായിട്ട് പോകുമ്പോൾ യേശു ആ വ്യക്തിയുടെ വേദനകൾ യേശു ഏറ്റെടുത്തിട്ടുണ്ട്, ഇപ്പോഴും ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ഏറ്റെടുക്കുന്നതിൻ്റെ ഒരവസരമാണ്. അപ്പോൾ ആ വ്യക്തിയുടെ വേദന നമ്മൾ ഏറ്റെടുത്ത് യേശുവിന് കൊടുക്കണം. യേശുവിൻ്റെ അടുക്കൽ നിന്ന് അനുഗ്രഹം നമ്മൾ ഏറ്റെടുത്ത് അവർക്ക് കൊടുക്കണം. ഇങ്ങനെ ഒരു 2 ട്രാക്കുണ്ട്. അപ്പോൾ കുറച്ച് നേരത്തേക്ക് നമുക്ക് ചിലപ്പോൾ വേദന ഉണ്ടാകാം. അത് പീഡയല്ല, അത് യേശു ആ വേദന ഏറ്റെടുക്കുന്നതിന് നമ്മളെ ഒരു മധ്യസ്ഥനാക്കിയതാണ്. അതുകൊണ്ട് അങ്ങനെ വേദന ഉണ്ടാകുമ്പോൾ, എനിക്ക് സംബന്ധിച്ച് അങ്ങനെ വേദന ഉണ്ടാകുമ്പോൾ ഭയങ്കര സന്തോഷം എനിക്ക്. അതിൻ്റെ അർത്ഥം നമ്മുടെ പ്രാർത്ഥന കേട്ടു. പ്രൈസ് ദി ലോർഡ്. അത് ഭയങ്കര സന്തോഷം ഉണ്ടാകണം. കാരണം നമ്മുടെ അത് ചില സമയത്ത് വ്യത്യസ്തമായ ആളുകൾ, ഇപ്പോൾ ഇന്നലെ ഒരു സഹോദരി എന്നെ വിളിച്ച് പറയാണ്, അവർ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കഴിഞ്ഞ ഉടനെ ഇതിൻ്റെ വയറങ്ങ് വീർത്തു എന്നാണ് പറയുന്നത്. വയറ് വീർത്തു, ഭയങ്കരമായിട്ട് വീർത്തു. അപ്പോൾ എന്ത് ചെയ്യും? ചിലപ്പോൾ അതിനിങ്ങനെ വയറ് വീർക്കണു, തലവേദന ഉണ്ടാവണു, പുറം വേദന ഉണ്ടാവണു, തളർന്നൊടിഞ്ഞ് വീഴണു. ഞാൻ പറയും, ഇതെല്ലാം നിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ വരത്തിൻ്റെ അടയാളമാണ്. അപ്പോൾ ഇപ്പം നമ്മൾ ചെയ്യേണ്ടത്, ആ വേദന ഈശോയുടെ വേദനയോട് അങ്ങ് ചേർക്കുക. ഈശോയെ നിൻ്റെ വേദനയോട് ചേർക്കുന്നു. ഇന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അതുപോലെയുള്ള അനേകർക്ക് രൂപാന്തരം ഉണ്ടാകാൻ വേണ്ടി ചേർക്കുന്നു എന്ന് പറയല്ല. ഇതങ്ങ് കംപ്ലീറ്റ് പോയി. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ സാവധാനം നമ്മൾ മനസ്സിലാക്കും, ഇതൊന്നും പിശാചിന് ക്രെഡിറ്റ് കൊടുക്കരുത്. ഒന്നും പിശാചിൻ്റെ അല്ല, വെറുതെ അവന് ക്രെഡിറ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. പിശാച് അങ്ങനെ ചെയ്ത് അവൻ്റെ പേര് പോലും എടുക്കേണ്ട ആവശ്യമില്ല നമുക്ക്. കർത്താവാണ് ചെയ്തത്. പീലാത്തോസിൻ്റെ മുമ്പിൽ ഈശോ നിൽക്കണ നേരത്ത് പീലാത്തോസ് പറയണം, എനിക്ക് നിന്നെ കൊല്ലാനും വിട്ടയക്കാനുള്ള അധികാരമുണ്ട്. ഈശോ കൂളായിട്ട് പറയാണ്, അത് നിനക്ക് ആ അധികാരം എൻ്റെ പിതാവാ തന്നത്, അല്ലെങ്കിൽ നിനക്ക് എൻ്റെ മേലൊരധികാരം ഉണ്ടാവില്ല. വളരെ ക്വയറ്റായിട്ട്. എന്നെ കൊല്ലാനും ഉള്ള അധികാരം നിനക്ക് ആരാ തന്നത്? എൻ്റെ പിതാവാണ്. അപ്പോൾ ഈശോ ഇത് ആരുടെ കയ്യിൽ നിന്ന് സ്വീകരിക്കണേ?
ഈശോ പിതാവിൻ്റെ കയ്യിൽ നിന്നാണ് സ്വീകരിക്കണേ. അപ്പം നമുക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും പിശാചിൻ്റെ കയ്യിൽ നിന്ന് സ്വീകരിക്കണോ അതോ പിതാവിൻ്റെ കയ്യിൽ നിന്ന് സ്വീകരിക്കണോ? പിതാവെ അങ്ങറിയാണ്ട് ഈ പിശാചിനെ എന്നെ നോക്കാൻ പോലും പറ്റില്ല, അങ്ങ് അതിനെ അനുവദിച്ചതുകൊണ്ടാണ്, അതുകൊണ്ട് ഞാൻ അങ്ങയുടെ കയ്യിൽ നിന്ന് സ്വീകരിക്കണം. പറഞ്ഞോ. വേണ്ട, അതൊന്നും വേണ്ട. അപ്പോൾ ഉടനെ സ്തുതിക്കൊന്നും എല്ലായിടത്തും സ്തുതി അല്ല വേണ്ടത്. അതാണ് ഞാൻ പറഞ്ഞത്, കോണ്ടംപ്ലേഷൻ വേണം, ഏകാന്ത പ്രാർത്ഥന വേണം, ഈശോയുമായിട്ട് ലയിക്കണം. കുരിശിൽ വേദനിക്കുന്ന ഈശോ, ഉയർക്കുന്ന ഈശോ, ആ ഈശോനെ ഒരു നിമിഷം മനസ്സിൽ കണ്ടുകൊണ്ട് ഈശോയെ നിൻ്റെ വേദനയോട് ഞാനിത് ചേർക്കുന്നു എന്ന് പറയുമ്പോൾ ടപ്പേന്ന് മാറും. കുറച്ച് നേരം നിന്നാൽ തന്നെയും നമ്മൾ മനസ്സിലാക്കണം അവിടെ സൗഖ്യം കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ അവിടെ എന്തോ കാര്യം നടക്കുന്നുണ്ട്. അപ്പോൾ ഇതേമാതിരി ഇപ്പോൾ ഒരാൾ നമ്മളെ ഭയങ്കരമായിട്ട് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് വഴക്ക് പറഞ്ഞു, നമ്മൾ ചെയ്യാത്ത കാര്യത്തിന് കുറേ കുറ്റം പറഞ്ഞു. നിങ്ങളോട് ആരാ പറഞ്ഞ അങ്ങനെ ചെയ്യാനായിട്ട്, നിങ്ങൾ അവിടെയൊക്കെ പോയി പ്രാർത്ഥിക്കേണ്ട എന്താ ആവശ്യം, അവിടെയൊക്കെ പിശാചാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് കുറേ വഴക്ക് പറഞ്ഞു ചോദിച്ചു. സാധാരണമല്ലേ ഇത്? സാധാരണമല്ലേ? നമുക്ക് ഭയങ്കര വേദനയും തുടങ്ങി. അയ്യോ, ഇത്രയും നല്ലൊരു ശുശ്രൂഷ ചെയ്തിട്ട് അതിനെ അഭിനന്ദിക്കണതിന് പകരം നമ്മൾ ഇതുപോലെ വഴക്ക് പറഞ്ഞു. ഇതിലും ഒരാത്മീയതയുണ്ട്. നമുക്ക് ഭയങ്കര വേദന തുടങ്ങും, നെഞ്ച് വേദന തുടങ്ങും, നമുക്ക് വേദന കൊണ്ട് ഭയങ്കര വേദന. അപ്പോൾ എന്ത് ചെയ്യണം? ഈശോയുടെ ചങ്കിൽ കുത്തിയ പോലെയാണത്, ഇല്ലേ? ഈശോയുടെ ചങ്കിൽ കുത്തിയപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ഈ കുത്തിയ ആളുടെ പേര് ലൊങ്കീനോസ് എന്നാണെന്നും അയാൾ ഒരു കണ്ണ് കുരുടനായിരുന്നു കേട്ടിട്ടുണ്ട്, ഇല്ലേ? ഈ ഒരു കണ്ണിന് കുരുടനായ അയാൾ ഈശോയുടെ ചങ്കിന് കുത്തിയപ്പോൾ ആ ചങ്കിൽ നിന്ന് ഒഴുകിയ രക്തവും വെള്ളവും അയാളുടെ കണ്ണിൽ വീണ് കാഴ്ച കിട്ടിയെന്നല്ല പറയേണ്ടത്, അയാളുടെ കണ്ണ് തുറന്നു. അപ്പോൾ നമ്മളിങ്ങനെ മറ്റുള്ളവരിൽ നിന്നും കുത്തലേക്കുമ്പോൾ, കർത്താവേ ഞാനിത് അങ്ങയുടെ ഹൃദയത്തിൽ കുത്തിയ ആ വേദനയോട് ചേർക്കുന്നു. അങ്ങയുടെ ഹൃദയത്തിൽ നിന്നൊഴുകിയ ആ ജലം കണ്ണ് തുറന്ന പോലെ ഈ എന്നെ കുത്തിയ ആളെ അനുഗ്രഹിക്കണേ. പ്രൈസ് ദ ലോർഡ്. ഇതൊക്കെ അത്ഭുതം, ഭയങ്കര ഇമ്മീഡിയറ്റ്, പെട്ടെന്ന് കാര്യം മാറും, പെട്ടെന്ന് നമ്മുടെ വേദന മാറുകയും ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ അയാൾ വന്നിട്ട്, അതെ ചേച്ചി എന്നോട് ക്ഷമിക്കലോട്ടെ, ഞാനത് അങ്ങ് അറിയാണ്ട് പറഞ്ഞു പോയതാണ്. അപ്പോൾ ഈ മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ മധ്യസ്ഥനാണ്. എന്തുകൊണ്ട് നമ്മൾ മധ്യസ്ഥനാണ്? നമ്മൾ കർത്താവ് ഈശോ മിശിഹായുടെ അവയവമാണ്, ശാഖയാണ്. നമ്മൾ ഈശോയുടെ ശരീരത്തിലെ ഒരു അവയവമാണ്. ഈശോ ആവുന്ന ഏക മധ്യസ്ഥനായ മുന്തിരിച്ചെടിയുടെ ശാഖയാണ് നമ്മൾ. വാസ്തവത്തിൽ എല്ലാവർക്കും ഈ മധ്യസ്ഥം വരമുണ്ട്, എല്ലാവർക്കും ഉണ്ട് മധ്യസ്ഥം വരം. പക്ഷേ നമ്മളത് കുറച്ചും കൂടി, ചിലവർക്ക് അതിനു വേണ്ടി കൂടുതൽ അഭിഷേകം ഉണ്ടെന്നുള്ളൂ. ഓക്കെ. അപ്പോൾ ഈ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഉള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാനിങ്ങനെ പറയാം. ഒന്ന്, സഹനം വളരെ ആവശ്യമാണ്. സഹനം ആവശ്യമാണെന്ന് പറഞ്ഞാൽ അതെല്ലാം ഈശോയുടെ സഹനത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ നമുക്ക് വെറുതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നടുവേദന ഉണ്ടാകാം, കൈകാലുകളിൽ ആണിയടിക്കുന്ന വേദന ഉണ്ടാകും. ഇത് വളരെ സാധാരണമാണ്. കൈകാലുകളിൽ ശരിക്കും ആണിയടിച്ചിട്ട് നമുക്ക് നിൽക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകും. അതെല്ലാം ഉണ്ടെങ്കിൽ അധികം ആരോടും പറയാതിരിക്കാൻ നല്ലത്. ആദ്യം ആരോടും പറയണ്ട, കർത്താവേ നന്ദി പറയണ കർത്താവേ. അപ്പോൾ ശരിക്കും മധ്യസ്ഥമാണത്. കർത്താവിൻ്റെ വേദനയിൽ നമ്മൾ പങ്കാളിയാവും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോഴും നമുക്ക് ആ വേദന ഉണ്ടാകുന്നത്? കർത്താവ് 2000 വർഷങ്ങൾക്ക് മുമ്പ് വേദനിച്ച് കഴിഞ്ഞിട്ടില്ല. അതായത് 2000 വർഷം മുമ്പ് ഈശോ അർപ്പിച്ച ആ ബലി, ആ വേദന നിത്യതയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. നിത്യതയിലേക്ക്.
അത് നിത്യമായ പുരോഹിതനാണ്. നിത്യപുരോഹിതൻ നിത്യമായ ബലിയാണ് അർപ്പിച്ചത്. നിത്യതയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത് കൊണ്ട് ഈശോ പ്രവർത്തിച്ചതും പറഞ്ഞതും എല്ലാം ഇന്നും തുടർന്നു കൊണ്ടുപോകുന്നു. ഈശോയുടെ മധ്യസ്ഥത ഇന്നും തുടർന്നു കൊണ്ടുപോകുന്നു. ആ മധ്യസ്ഥതയുടെ ശാഖകളാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് ഈശോ പറഞ്ഞു, നിങ്ങൾ ഇത് ചെയ്യുവിൻ, ഞാൻ ചെയ്ത പോലെ നിങ്ങൾ ചെയ്യുവിൻ. ഈശോ എന്താ ചെയ്തത്? ഈശോ മനുഷ്യൻ്റെ പാപം തൻ്റെ തോളിലേറ്റി എന്ന പോലെ നമ്മൾ പാപിയുടെ പാപം കുറച്ച് നമ്മളും തോളിലേറ്റാണ് മധ്യസ്ഥം എന്ന് പറയുമ്പോൾ. ഇപ്പോൾ ഭർത്താവ് മദ്യപാനിയായിട്ട് വന്ന് അടിച്ച് പൊളിച്ച് ഭാര്യനെ കുറേ ഇടിച്ചു. ഇപ്പോൾ നമുക്കൊരു പോസിബിലിറ്റി ഉള്ളത് ഉടനെ പോലീസിൽ പോയി പറഞ്ഞാൽ ഉടനെ അയാളെ നോൺ ബെയിലബിളായിട്ട് അറസ്റ്റ് ചെയ്യും, ഇല്ലേ? പക്ഷെ നമ്മളാരെങ്കിലും അങ്ങനെ പറയണ്ടോ? മിക്കവാറും നമ്മുടെ പെണ്ണുങ്ങൾ ആരും പോയി പോലീസിൽ നിന്നും പറയാനില്ല. കേട്ടോ, ഇപ്പോൾ കള്ളു കുടിച്ചു വന്ന് പെണ്ണിനെ സ്ത്രീ പീഡനത്തിന് കേസ് കൊടുത്തു കഴിഞ്ഞാൽ ആളകത്തായില്ലേ? പക്ഷേ ഒരാളും അങ്ങനെ ചെയ്യാറില്ല. എന്തുകൊണ്ടാണ്? അതെൻ്റെ ഭർത്താവാണ്, അത് ഞാൻ ഏറ്റെടുക്കുകയാണത്. അത് ഏറ്റെടുക്കണതിൻ്റെ നിയമോ സ്പിരിച്വാലിറ്റി ഒന്നും അറിഞ്ഞൂടാ. പക്ഷേ വാസ്തവത്തിൽ കർത്താവ് ചെയ്ത കാര്യമാണ് ചെയ്യണത്. കർത്താവ് മറ്റു മനുഷ്യരുടെ പാപം ഏറ്റെടുത്ത പോലെ നമ്മൾ ഏറ്റെടുക്കുകയാണ്. ഓക്കെ, അപ്പം അങ്ങനെ ഈ മധ്യസ്ഥ പ്രാർത്ഥന വരമുള്ള ഇപ്പോൾ അൽഫോൻസാമ അല്ലെങ്കിൽ പാതിരിപ്പിയോ, ഈ പാതിരിപ്പിയോ എല്ലാം 50 വർഷം പഞ്ചശതധാരിയാണ്. 50 വർഷം ഈ കയ്യിലെ വേദന എന്തോ ഒരു വേദനയാണ്, ഭയാനകമായ വേദനയാണിത്, ഭയാനകമായ വേദന. അപ്പോൾ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഉയരങ്ങളിലേക്ക് നീങ്ങുമ്പോൾ വേദന വേണം. സത്യം പറയുകയാണെങ്കിൽ വേദന ഇല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് വലിയ എന്ത് പറയുന്നത് തോമസ് സാർ, വേദന ഇല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് ഒരു വീര്യമില്ല. വേദന ഉണ്ടാകുമ്പോഴാണ് നമുക്ക് മനസ്സിലാവണേ, കർത്താവ് നമ്മളിൽ പ്രവർത്തിക്കുന്നുണ്ട്, ശക്തമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെന്ന് മനസ്സിലാവും. അപ്പോൾ അതൊരു പീഡ എന്ന വാക്ക് വേണമെങ്കിൽ ഉപയോഗിച്ചെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ വാക്ക് ഉപയോഗിക്കുന്നതിലും നല്ലത് വേദന, കർത്താവിൻ്റെ വേദനയിൽ നമ്മൾ പങ്കാളിയാവണം. കർത്താവ് തന്ന വേദനയാണ്. അവിടെ വേറൊന്ന് ഈശോ പറഞ്ഞു, ഞാൻ എന്നെ ആശ്വസിപ്പിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കി ആരെയും കണ്ടില്ല. വാസ്തവത്തിൽ ഈ വേദനയിലൂടെ നമ്മൾ ഈശോയെ ആശ്വസിപ്പിക്കുകയാണ്. നമ്മളൊരിക്കലും നമ്മൾ ഈശോയെ ആശ്വസിപ്പിക്കുന്ന കാര്യം ചിന്തിക്കാറില്ല. നമ്മളെപ്പോഴും ഈശോ നമ്മളെ ആശ്വസിപ്പിക്കുന്ന കാര്യമാണ് ചിന്തിക്കാറ്. പക്ഷേ നമ്മളെ ഈശോ അത്രയ്ക്ക് സ്നേഹിക്കുന്നു. മാത്രമല്ല, നീ ഒന്ന് എൻ്റെ അടുത്ത് ഇരിക്കേ, ഈശോനെ ആശ്വാസം. ഇപ്പോൾ നമ്മൾ നാട്ടിൽ പോയി, ചാച്ചൻ ആശുപത്രിയിലാണ്, നമ്മൾ പറയും ഞാൻ ചാച്ചൻ്റെ അടുത്ത് ആശുപത്രി പോകാമെന്ന് പറയും. അപ്പോൾ ചേട്ടന്മാരും വീട്ടുകാരൊക്കെ ഇല്ല, നിങ്ങളിപ്പോൾ യാത്രയൊക്കെ കഴിഞ്ഞ് വന്നേക്കണല്ലേ, റെസ്റ്റ് എടുക്കും, വിശ്രമിക്കാൻ പറയും. നിങ്ങൾ വിശ്രമിക്കാൻ പറ്റുമോ? പറ്റില്ല. ഇല്ല, ഞാൻ അങ്ങോട്ട് പോയിക്കോളാം. അപ്പോഴും വീട്ടുകാർ പറയും, നിങ്ങൾ അവിടെ പോയിട്ട് ഇപ്പം എന്ത് ചെയ്യാനാ? ആശുപത്രിയിൽ ഡോക്ടർ നേഴ്സും ഒക്കെ ഉണ്ട്, അവരൊക്കെ ചെയ്തോളൂന്നേ. അല്ല, എന്നാലും ഞാൻ അങ്ങോട്ട് പോവുക. അവിടെ പോയി ഒന്നും ചെയ്യാനില്ല, ചാച്ചൻ്റെ അടുത്ത് ഇരുന്ന് ആ കൈമയൊക്കെ ഒന്ന് തടവി കൊടുത്ത്, എന്നാലും അപ്പം നീ ഇപ്പം ഒന്ന് വിശ്രമിക്കാമെന്നില്ലേ? ഇല്ലേ ചാച്ചൻ, ഞാനിവിടെ ഇരിക്കാൻ പോകണമെന്ന് രാത്രി. ഒരാശ്വാസമായോ? ഭയങ്കര ആശ്വാസമായോ? ഒന്നും ചെയ്യണില്ല. ആശ്വാസമായി, നമുക്കും ആശ്വാസമായി, ചാച്ചനും ആശ്വാസമായി, ഒന്നും ചെയ്യണില്ല. ഇതാണ് മധ്യസ്ഥത്തിൻ്റെ മറ്റൊരു രസം. നമ്മൾ ചുമ്മാ മധ്യസ്ഥം ഒരു കൊമേഴ്സ്യൽ പരിപാടിയല്ല, അതൊരു ഹൃദയം ആശ്വസിപ്പിക്കുന്നൊരു കാര്യമാണ്. നമ്മൾ ഈശോയുടെ വേദനിക്കുന്ന ഈശോയുടെ ഒരു ശാഖയാണ്, ഒരു വേദനിക്കുന്ന ആൾ. ഇപ്പോൾ മിക്കവാറും എല്ലാ ദിവസവും ഞാൻ ബോംബെയിലുള്ള ഒരു സഹോദരിക്ക് ഫോൺ ചെയ്യും.
ഇപ്പം എനിക്ക് ഓൾറെഡി 10 മണിയാകുമ്പോഴേക്കും ഒരു മിസ് കോൾ വന്നിട്ടുണ്ടാവും. അവർ പറയും, എനിക്ക് വയ്യ തോമസ് പോൾ, ഞാൻ മരിക്കും, ഞാൻ ഇന്ന് ചാവും, എനിക്ക് വയ്യ, എനിക്ക് പറ്റണില്ല, ഇത്രേ പറയണം. അപ്പോൾ എന്നിട്ട് ഞാനത് മുഴുവനും കേൾക്കും. ഞാനത് കേട്ട് കഴിഞ്ഞിട്ട് പറയും, നിൻ്റെ ഉള്ളിൽ കർത്താവുണ്ട്, നിൻ്റെ വേദന കർത്താവിനറിയാം, ആ വേദനയോടൊന്ന് ചേർക്ക്, അപ്പോൾ ഒരു നിശ്വാസം കിട്ടും, സമാധാനമായി കിടന്നുറങ്ങിക്കോ. ഇത് 1-2 ദിവസമല്ല, കഴിഞ്ഞ 8 വർഷത്തോളമായിട്ട് എല്ലാ ദിവസവും ഞാൻ ലോകത്തിൽ ഏത് ഭാഗത്താണെങ്കിലും ഞാൻ അവരെ വിളിക്കാറുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഭയങ്കര എന്തോ ഒരു പ്രത്യാശയാണത്. എന്നെ സംബന്ധിച്ച് ഞാനൊരു ചെറിയ കാര്യം കർത്താവിനോടുള്ള സ്നേഹത്തെക്കുറിച്ച് ചെയ്യണതാണ്. പക്ഷേ അവരുടെ വേദന നമ്മൾ കേട്ട് കഴിയുമ്പോൾ അവർക്ക് ആശ്വാസമായി. നമ്മൾ ചുമ്മാ കേട്ടാൽ മതി. ഇന്നത്തെ ലോകത്തിലെ പ്രശ്നം എന്താ? ഒരുവൻ്റെ വേദന കേൾക്കാൻ ആളില്ല, കേൾക്കാൻ പോലും ആളില്ല. ഈ കൗൺസിലിംഗ് എന്നൊക്കെ പറയുമ്പോഴും അവരുടെ ആ പ്രയാസം ആരോടെങ്കിലും ഒന്ന് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ ആശ്വാസമായി. അതും മധ്യസ്ഥത്തിൻ്റെ ഒരു വഴിയാണ്. പക്ഷെ അത് കേൾക്കുമ്പോൾ ആശ്വാസം ഉണ്ടാകണത് നമ്മുടെ ഉള്ളിൽ കർത്താവ് വസിക്കുന്നു, കർത്താവാണ് അത് കേൾക്കുന്നത്, കർത്താവിനെ ആശ്വസിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഈ രോഗി അല്ലെങ്കിൽ ഈ വേദനിക്കുന്ന വ്യക്തി കർത്താവാണ്. അതാണ് ഈശോ പറഞ്ഞത്, ഞാൻ രോഗിയായിരുന്നപ്പോൾ നീ എന്നെ വന്ന് കണ്ടു, നീ എന്നെ ആശ്വസിപ്പിച്ചു. മദർ തെരേസയുടെ വിജയത്തിൻ്റെ പ്രധാന ഒറ്റ വചനം ഇതാണ്. മദർ വിശ്വസിച്ചത് ഇതാണ്. ഈശോ പറഞ്ഞു, ഞാൻ രോഗിയായിരുന്നപ്പോൾ നീ എന്നെ കണ്ടു. ഈ രോഗികൾ, ഈ വഴിയിൽ കിടക്കുന്ന കുഷ്ഠരോഗികൾ, ചാകാൻ പോണവർ, അവരെല്ലാം യേശുവാണ്. കാരണം ഈശോ പറഞ്ഞു, ഞാൻ രോഗിയായിരുന്നപ്പോൾ നീ എന്നെ വന്ന് കണ്ടു. ഈശോ ഇങ്ങനെ പറഞ്ഞില്ല, ഈ രോഗികളൊക്കെ എന്നെപ്പോലെ എന്ന് പറഞ്ഞില്ല, എന്നെപ്പോലെ എന്ന് പറഞ്ഞില്ല. എന്താ പറഞ്ഞേ? ഞാനാകുന്നു, ഐ ആം. അതാണ് മദറിനെ വളരെയധികം ആകർഷിച്ചത്. എന്നെ പോലെയുള്ള ഒരാളാണെന്നല്ല പറയണത്, ഞാനാകുന്നു. ഐ ആം പ്രസൻറ്റ് ടെൻസിലാണ് പറയണത്. അതുകൊണ്ടാണ് ആ തെരുവിൽ കിടക്കണ, കൽക്കട്ടയിലെ ഗട്ടറിൽ കിടക്കണ, കുഷ്ഠരോഗം കൊണ്ട് മേല് മുഴുവനും വ്രണം പിടിച്ച് പുഴുക്കൾ വരുന്ന അതിനെ ഈശോ ആണെന്നും പറഞ്ഞുകൊണ്ടാണ് എടുക്കുന്നത്. ഈശോ ആണ്. അപ്പം നമ്മൾ മറ്റൊരാളെ ആശ്വസിപ്പിക്കുമ്പോൾ നമ്മൾ ഈ ഒരു ഡയഗ്രാം മനസ്സിലാക്കണം. ആ വേദനിക്കുന്ന വ്യക്തി ഈശോ ആണ്. ഞാൻ ആ വ്യക്തിയെ ആശ്വസിപ്പിക്കുമ്പോൾ ഈശോയെയാണ് ആശ്വസിപ്പിക്കുന്നത്. എന്നെ ആശ്വസിപ്പിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കി ആരെയും കണ്ടില്ല എന്ന് ഇപ്പോഴും ഈശോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മധ്യസ്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളെ ആശ്വസിപ്പിക്കുമ്പോൾ ഈശോ ആശ്വസിപ്പിക്കപ്പെടുന്നു. ഒരാളിലേക്ക് ഈശോ പറഞ്ഞു, എനിക്ക് വിശന്നു എന്ന് പറഞ്ഞാൽ 2 തരത്തിലുള്ള വിശപ്പാണ്. ആത്മാവിൻ്റെ വിശപ്പ്. ഇപ്പോൾ ഞാനിവിടെ നിങ്ങൾക്ക് വിശപ്പ് മാറ്റുന്നുണ്ടോ? ഞാൻ നിങ്ങൾക്ക് വചനം പകർന്നുകൊണ്ടിരിക്കുന്നു. ഈ 2 ദിവസം കൊണ്ട് നിങ്ങൾക്ക് എന്തോരം വചനം കിട്ടി ഇല്ലേ? അത് വിശപ്പ് മാറ്റുന്നത് തന്നെയാണ്. ഈശോ പറയണത് എല്ലാത്തിനും 2 മാനമുണ്ട്. ഒന്ന് ഒരു ഭൗതിക മാനം. നമ്മുടെ ഒരു സഹോദരൻ വസ്ത്രമില്ലാതെയും ഭക്ഷണമില്ലാതെയും ജീവിക്കുന്നത് നമുക്ക് കണ്ടുകൊണ്ട് അവനോട് വചനം പറയാൻ പറ്റുമോ? അവന് അതിനുള്ളൊരു വഴി ഉണ്ടാക്കി കൊടുക്കണ്ടേ? അത് പ്രാഥമിക വശം. അതുമാത്രം ചെയ്തതുകൊണ്ട് അവൻ്റെ ആത്മാവ് രക്ഷപ്പെടുമോ? അവൻ്റെ ആത്മാവിന് വേണ്ട വചനവും കൊടുക്കണം. അപ്പോൾ ഈശോ എപ്പോഴും പറയുന്ന ഓരോ വാക്കിനും 2 അർത്ഥമുണ്ട്. ഈശോ മലമുകളിൽ അവിടെ കടപ്പുറത്തിരുന്നവരോട് വചനം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, ഇവരെ വെറുതെ വിട്ടാൽ ശരിയാവില്ല, ഇവർക്ക് നിങ്ങൾ തന്നെ ഭക്ഷണം കൊടുക്കും. കണ്ടോ, 2 ഭക്ഷണം. അപ്പോൾ എന്ന പോലെ ഇതൊക്കെ ആശയമാണ്. നമ്മൾ ഓരോരുത്തരുടെയും വിളി അനുസരിച്ചിട്ടാണ്. നമ്മളെ സംബന്ധിച്ച് ഇന്ന്
നമ്മുടെ വിളി ആത്മീയമായ രഹസ്യങ്ങളും ആത്മീയമായ ആശ്വാസം അവർക്ക് കൊടുക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വേദനകൾ, ഇതൊന്നും ചെയ്യാണ്ട് തന്നെ നമുക്ക് വേദനയുണ്ടാകും. ആ വേദനകളാണ് അനേകരെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടിയായിരിക്കും. ആ ആൾക്കാർ നമ്മുടെ കൺമുമ്പിലില്ല. ഇപ്പോൾ പെട്ടെന്ന് ഒരാൾക്ക് നമുക്ക് തോന്നുകയാണ് ഭയങ്കര ഏകാന്തത, ഭയങ്കര ഭയം. അതിൻ്റെ അർത്ഥം ആരോ, ഒരു ഉദാഹരണം തന്നെയാണ്, ഒരു സഹോദരി പറയണം എനിക്ക് ഭയങ്കര ഭയം ഉണ്ടാവണം. അപ്പോൾ ഞാൻ പറഞ്ഞു. അപ്പോൾ പരിശുദ്ധാത്മാവ് ഈ പറഞ്ഞ മാതിരി സന്ദേശങ്ങൾ തരും. ഇപ്പോൾ നീതു അല്ലേ, നീതുവിന് ഇങ്ങനെ പരിശുദ്ധാത്മാവ് കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തില്ലേ. എന്ന മാതിരി പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവ് ഇത് ആരുടെ വേദനയാണ്, ഇത് ആരുടെ ഏകാന്തതയാണ്. അപ്പോൾ കാണിച്ചു കൊടുക്കുകയാണ് ഒരു വൈദികൻ ഏകാന്തനായിട്ട് ആ വലിയ എന്താ പറയണത്, ആ വൈദികൻ്റെ പള്ളിമേടയിൽ ആരുമില്ല, വല്ലാത്ത ഒരു വിഷമം. അപ്പോൾ ഈ ഏകാന്തതയും ഈ ഭയവും ആ വൈദികന് വേണ്ടി പ്രാർത്ഥിച്ചതോടെ സമാധാനമായി. കണ്ടോ? അപ്പോൾ അതിൻ്റെ അർത്ഥം ആ വൈദികൻ്റെ ആ ഏകാന്തതയിൽ അദ്ദേഹത്തിന് ആശ്വാസം കിട്ടി. അതേ സമയത്ത് ഈശോയ്ക്ക് ആശ്വാസം കിട്ടുന്നു. ഈശോ ഏകാന്തത അനുഭവിച്ച നിമിഷങ്ങളിട്ട് ഏറ്റവും വലിയ ഏകാന്തത അനുഭവിച്ച നിമിഷങ്ങളായിരുന്നു ഈശോയെ അറസ്റ്റ് ചെയ്ത് ആ കയ്യഫാസിൻ്റെ അരമനയിൽ കൊണ്ടുപോയി അവിടെ ഒരു കുഴിയിലിട്ടു. ഏകാന്തത. ഈശോ മരിച്ചതിന് ശേഷം ഏകാന്തത അനുഭവിക്കുന്നു. ഈശോയെ അടക്കിയിരിക്കുന്നു. കുരിശുമ്മ കിടക്കുമ്പോഴും രണ്ടുപേര് കൂടെ കിടക്കാനുണ്ടായിരുന്നു. ഏകാന്തനല്ലായിരുന്നു. എന്നാൽ അടക്കിക്കഴിഞ്ഞിട്ട് ഈശോ ഏകാന്തതയാണ്. ആ ഏകാന്തതയെക്കുറിച്ച് ഞാൻ പറഞ്ഞായിരുന്നു ഇവിടെ? പറഞ്ഞില്ല. അതിന് മുമ്പത്തെ ദിവസത്തെ പറഞ്ഞു. അത് സമയമായിട്ടില്ല. ഇപ്പോഴും അത് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഈ ഏകാന്തതയാണ് ദുഃഖ ശനിയാഴ്ച. ഈ ദുഃഖ ശനിയാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഏകാന്തതയാണ്. രാജാവ് ഉറങ്ങുന്നു എന്നാണ് പറയണേ. രാജാവ് ഉറങ്ങുന്നു. അത് വായിച്ച് 636. അപ്പോൾ അവിടെ യേശു പാതാളത്തിലേക്ക് ഇറങ്ങി. ഈ പാതാളം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മലയാളത്തിലെ വാക്കിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കുന്നില്ല. നമ്മൾ ഉദ്ദേശിക്കുന്നത് പലതും നരകമാണെന്നാണ്. പാതാളം എന്ന് പറയുന്നത് നരകമല്ല. നരകം ഗഹന്ന എന്ന് പറയും. അത് പാതാളം എന്ന് പറയുന്നത് ആദം മുതൽ യേശു വരെയുള്ള ആളുകളുടെ മരിച്ചവരുടെ വാസസ്ഥലമാണ്. അപ്പോൾ ആദം മുതൽ യേശു വരെയുള്ള ആളുകൾ അവർ രക്ഷ കാത്തിരിക്കുകയാണ്. രക്ഷകൻ എപ്പോഴാണ് വന്നത്? യേശുവല്ലേ. യേശു വന്നപ്പോഴല്ലേ രക്ഷകനായുള്ളൂ. അതുവരെയുള്ള ആളുകൾ രക്ഷിക്കപ്പെടണ്ടേ? അപ്പോൾ ഈ പാതാളത്തിലേക്ക് ഇറങ്ങിയ യേശു, അല്ലെങ്കിൽ 634 വായിക്കാം. ഇന്ന് വലിയൊരു നിശബ്ദത ഭൂമിയെ ഭരിക്കുന്നു. വലിയൊരു നിശബ്ദതയും വലിയൊരു പ്രശാന്തതയും. വലിയ നിശബ്ദത, കാരണം രാജാവ് ഉറങ്ങുന്നു. ഭൂമി വിറയ്ക്കുകയും നിശ്ചലമാവുകയും ചെയ്തു. കാരണം ദൈവം ശരീരത്തിൽ ഉറങ്ങുകയും ലോകാരംഭം മുതൽ ഉറങ്ങിയവരെ ഉണർത്തുകയും ചെയ്തു. മനസ്സിലായോ? ലോകാരംഭം മുതൽ, അതായത് ആദവും ഹവ്വയും പാപം ചെയ്ത ആദവും ഹവ്വയുടെയും പാപം യേശു ഏറ്റെടുത്തു, പരിഹാരം ചെയ്തു. അതിനുശേഷം ആണ് ഇപ്പോൾ അടക്കപ്പെട്ടിരിക്കുന്നത്. ഈ അടക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ യേശുവിൻ്റെ ആത്മാവ് ആ യുഗങ്ങളുടെ ആരംഭം വരയ്ക്കും ഒറ്റ ദിവസം കൊണ്ട് പോയി എന്നുള്ളതാണ്. ഒറ്റ ദിവസം കൊണ്ട് പോയി അവരോടെല്ലാം സുവിശേഷം അറിയിച്ചു, അവരെ രക്ഷിച്ചു. അത് തുറന്ന് വായിച്ചോളൂ. നമ്മുടെ ആദിപിതാവിനെ
ആദിപിതാവിനെ കാണാതെ പോയ ആടിനെ എന്ന പോലെ അവിടുന്ന് അന്വേഷിച്ചു പോയി. അന്ധകാരത്തിലും മരണത്തിൻ്റെ നിഴലിലും വസിക്കുന്നവരെ സന്ദർശിക്കാൻ അവൻ ആഗ്രഹിച്ചു. ബന്ധനത്തിൽ കഴിയുന്ന ആദത്തെയും അവനോടൊപ്പം തടവുകാരിയായ ഹവ്വയെയും ദുഃഖത്തിൽ നിന്ന് സ്വതന്ത്രരാക്കാൻ ദൈവപുത്രനായ അവിടുന്ന് പോകുന്നു. ഞാൻ നിന്റെ ദൈവമാണ്, നിനക്ക് വേണ്ടി നിന്റെ പുത്രനായവൻ. ഉറങ്ങുന്നവനെ എഴുന്നേൽക്കൂ, പാതാളത്തിൽ തടവുകാരനായിരിക്കാനല്ല ഞാൻ നിന്നെ സൃഷ്ടിച്ചത്. മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കുക, മരണമടഞ്ഞവരുടെ ജീവനാണ് ഞാൻ. അപ്പോൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ വലിയൊരു രഹസ്യമാണ്, മരിച്ചു, അവൻ സംസ്കരിക്കപ്പെട്ടു, പാതാളത്തിലേക്ക് ഇറങ്ങി. ഈ പാതാളത്തിലേക്ക് ഇറങ്ങിയെന്ന് പറയുന്നത് ഒരു നാശമോ ഒരു ദൂഷ്യമോ അല്ല, ഭയങ്കര വിജയത്തിൻ്റെ ഒരു ദിവസമായിരുന്നു അത്. ഒറ്റ ദിവസം കൊണ്ട് ആദം വരെയുള്ളവരോട് സുവിശേഷം പറഞ്ഞ് അവരെ എല്ലാം സ്വർഗത്തിലേക്ക് കൊണ്ടുവന്നു. അതുകൊണ്ടാണ് നമ്മുടെ ശവസംസ്കാര പ്രാർത്ഥനയിൽ ഇങ്ങനെ പാടുന്നത്, സ്വർഗം ഭൂമിയിലിറങ്ങി ആദത്തിനും സന്തതികൾക്കും പറുദീസായിൽ പുനരധിവാസം നൽകുന്നതിനായി സ്വർഗം തന്നെ ഭൂവിലിറങ്ങി മഹിതാത്ഭുതമേ. പ്രൈസ് ദി ലോർഡ്. എന്ത് പറയണു? ഒന്നെല്ലാവരും ചേർന്ന് പാടി, സ്വർഗം ഭൂവിയിലിറങ്ങി ആദത്തിനും സന്തതികൾക്കും പറുദീസായിൽ പുനരധിവാസം നൽകുന്നതിനായി സ്വർഗം തന്നെ ഭൂവിലിറങ്ങി മഹിതാത്ഭുതമേ. കണ്ടോ, ഇതൊരു വലിയ അത്ഭുതമാണത്. ഇതങ്ങ് നമ്മൾ വിശ്വസിക്കുമ്പോൾ തന്നെ ഭയങ്കര സമാധാനമാണ്. ഏത് ഈ ആദിമാതാപിതാക്കൾ ഉത്ഭവഭാവം ചെയ്ത അവർ സ്വർഗത്തിൽ പോയേക്കണം, പിന്നെയാണോ നമ്മൾ? മനസ്സിലായോ? അപ്പോൾ നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ രോഗശാന്തി, ജോലി, അതൊന്നും അല്ല ആവശ്യം. മനുഷ്യനെ പാപത്തിൽ നിന്നും ദൈവത്തെ അറിയാതെ ജീവിക്കുന്ന അവസ്ഥയിൽ നിന്നും സ്വർഗത്തിൽ കൊണ്ടുപോകണം അവരെ. അപ്പോൾ ഈ കാര്യങ്ങൾ അറിയണം. അല്ലെങ്കിൽ നീ ഭയങ്കര പാപിയാണ്, നീ നരകത്തിൽ പോകുള്ളൂ എന്നും പറഞ്ഞ് അവനെ പേടിപ്പിച്ചിട്ട് കാര്യമില്ല. അവൻ ഏറ്റവും വലിയ പാപിയാണെങ്കിൽ നീ വിഷമിക്കണ്ട, നമുക്ക് പ്രാർത്ഥിക്കാം, നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകും. അത് പറയാൻ നമുക്ക് പേടിയാ. എന്തുകൊണ്ടാണ്? അങ്ങനെയൊക്കെ പറഞ്ഞാൽ അവർ കൂടുതൽ പാപം ചെയ്തേക്കും. ഇവിടെയാണ് നമ്മുടെ വിശ്വാസം. അപ്പം ഓക്കെ, അപ്പം ഈശോയുടെ പീഠാനുഭവം, മരണവും സംസ്കാരവും ഉത്ഥാനവും കണ്ടോ. നമ്മുടെ സീറോ മലബാർ കുർബാനയിൽ ഒരുപാട് പ്രാവശ്യം പറയുന്നതാണ് പീഠാനുഭവം, മരണം, സംസ്കാരവും ഉത്ഥാനവും. അപ്പോൾ ഈ സംസ്കാരം എന്ന് പറയുന്നത് വളരെ വളരെ വലിയൊരു കാര്യമാണ്. ഈ സംസ്കാരം സമയത്താണ് ഈശോയുടെ മരിച്ച ശരീരത്തിൽ, രക്തമില്ലാതിരുന്ന ശരീരത്തിൽ പുതിയ രക്തം വന്ന്, പുതിയ മാംസം വന്ന്, പുതിയ രക്തധമനികൾ വന്ന് ആ ശരീരം പുതിയ സൃഷ്ടിയായി മാറി, പുതുജീവനായിട്ട് മാറി. ആ പുതുജീവനാണ് ഉയർപ്പിൽ നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ, എനിവേ, അപ്പോൾ ഇതെല്ലാം നമ്മൾ പീഡ സഹിക്കുന്നുണ്ടെങ്കിൽ സഹിക്കണം. ശരിക്കും മധ്യസ്ഥ പ്രാർത്ഥനക്കാരുടെ വിളി വേദനിക്കുന്നുണ്ടെങ്കിൽ പാസ്സായി അവർ. ആണിയടി കിട്ടുന്നുണ്ടെങ്കിൽ പാസ്സായി. തോളിന് വേദന ഉണ്ടെങ്കിൽ പാസ്സായി. ചങ്കിന് കുത്തുന്ന വേദന ഉണ്ടെങ്കിൽ പാസ്സായി. തലയിൽ മുള്ള് കുത്തുന്ന വേദന ഉണ്ടെങ്കിൽ ഇതൊക്കെ പാസ് മാർക്കാണ്. ഇതുണ്ടായിക്കൊണ്ടിരിക്കും.
അപ്പോൾ അവർക്കൊരു അടയാളമാണ്, ഇപ്പോൾ കർത്താവ് നമ്മുടെ അഭിഷേകം വരും. ചില സമയത്ത് ഭയങ്കരമായ വേദന. ഇനി ഇതിന് വേറൊരു തോതെന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച ആകുമ്പോഴേക്കും വേദന തുടങ്ങും, വെള്ളിയാഴ്ച ആകുമ്പോൾ വേദന മുറുകും, ഭയങ്കര വേദനയാകും. എന്താ സൗമ്യ ഇല്ലേ? 3 മണി അങ്ങ് ആകുമ്പോഴേക്കും, വെള്ളിയാഴ്ച 3 മണി ആകുമ്പോൾ ഭയങ്കരമായ വേദനയാവും. അതാണ് ഓരോരുത്തർ നോക്കിച്ചിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടക്കി ശനിയാഴ്ച ആകുമ്പോഴേക്കും ഭയങ്കര സമാധാനത്തിൽ ഇങ്ങനെ കിടന്നു, വളരെ ശാന്തതയായിരിക്കും. ഞായറാഴ്ച ആകുമ്പോഴേക്കും ഭയങ്കര സന്തോഷമാവും. വീണ്ടും തിങ്കൾ, ചൊവ്വ, ബുധനാഴ്ച കഴിയുമ്പോഴേക്കും വേദനകൾ ആരംഭിക്കാൻ തുടങ്ങും. ഇതൊക്കെ ഇതിൻ്റെ ചില തോതുകളാണ്. ഇതൊന്നും ആരോടും ഒരുപാട് പേരോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ ഇങ്ങനെ വരും. അതെ, അതെ. അതാണ് ശമയോൻ കുരിശ് ചുമന്ന പോലെയും വെറോനിക്ക ഈശോയുടെ മുഖം തുടച്ച പോലെയും മാലാഖമാർ ഈശോയെ ആശ്വസിപ്പിച്ച പോലെയെല്ലാം നമ്മുടെ ജീവിതം. ഓക്കെ, നമുക്കപ്പോൾ 1 മിനിറ്റ് ഈ വേദനകളെല്ലാം, നമ്മളെല്ലാവരുടെയും വേദനകൾ, സഹനങ്ങളെല്ലാം ഈശോയുടെ സഹനത്തോട് ചേർന്നും സമർപ്പിക്കുക. അതാണ് ഏറ്റവും വലിയ മധ്യസ്ഥ പ്രാർത്ഥന. നമുക്ക് ജീവിതത്തിലുണ്ടായിട്ടുള്ളതും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതുമായ എല്ലാ വേദനകളും ഒന്ന് കരമുയർത്തി കർത്താവിന് സമർപ്പിച്ചുകൊണ്ട്, കർത്താവേ, ഞങ്ങളതെല്ലാം സ്വീകരിക്കുന്നു, അതെല്ലാം അങ്ങയുടെ വേദനയോട് ചേർക്കുന്നു, അതെല്ലാം അങ്ങയുടെ വേദനയോട് ചേർക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ ഒപ്പം സഹിക്കാനായിട്ട് അവസരം തന്നതിന് നന്ദി പറയുന്നു. കർത്താവേ, മഹത്വം നൽകണേ, മഹത്വം ഉണ്ടാകും. പ്രൈസ് ദ ലോർഡ്. സാറ് വേണമെങ്കിൽ ആ ഗ്രൂപ്പ് ഇപ്പം ഇനി തുടങ്ങാമോ? ഈ വാട്ട് യു വാണ്ടഡ് ടു പ്രേ ടുഗദർ.